ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ബോട്ടണി അതായത് ബയോളജി എക്സ്പെരിമെൻറ്റിൽ ഏറ്റവും കൂടുതൽ CBSE നമുക്ക് ബോട്ടണിയുടെ സബ്ജക്റ്റിൽ നിന്നാണ് പ്രാക്ടിക്കൽസ് വരുന്നത്. അതിൽ വളരെ മനോഹരമായ രസകരമായ ഒരു പ്രാക്ടിക്കലാണ്, നമ്മൾ കാണാൻ കൊതിക്കുന്ന പ്രാക്ടിക്കലാണ് പോളൻ ജെർമിനേഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ്സുകൾ നമ്മൾ റീപ്രൊഡക്റ്റീവ് ബയോളജി പഠിക്കുമ്പോൾ ബോട്ടണിയിൽ ചെടികളുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ് എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണല്ലോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. ഫെർട്ടിലൈസേഷൻസിൽ നമ്മൾ മെയിൽ ഗമേറ്റുകളായിട്ടും അതുപോലെ തന്നെ ചെടികളുടെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന ഫ്ലവറിൻ്റെ അനാറ്റമിയും മോർഫോളജിയും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിലെ ആൻഡ്രീഷ്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോളൻ ഗ്രെയിനുകൾ എന്താണ്, ജെർമിനേഷൻ്റെ പ്രോസസ്സിൽ എങ്ങനെയാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്തു നോക്കുകയാണ്. പോളൻ ജെർമിനേഷൻ എങ്ങനെ സാധ്യമാവുന്നു. ബേസിക്കലി നമ്മൾ ഈ ഫ്ലവറിൻ്റെ അകത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് 2 വെറൈറ്റി ഹിബിസ്കസ് ചൈന റോസുകൾ എന്ന് വിളിക്കുന്ന ചെമ്പരത്തി പൂക്കളാണ് നമ്മുടെ കയ്യിൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ പെറ്റൽസിലെല്ലാം പോളൻ ഗ്രെയിൻ ഇങ്ങനെ ഡസ്റ്റായിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇവിടേക്ക് ഡസ്റ്റായിട്ടുള്ള പോളിനേഷനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പല രീതിയിൽ എൻഡമോഫിലിയൊക്കെ പഠിക്കുമ്പോൾ പോളിനേഷൻ എങ്ങനെയാണ് സാധ്യമാവുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് പോളിനേഷൻ എന്ന് ചോദിച്ചാൽ ആൻഡ്രീഷ്യത്തിൽ നിന്ന് പോളൻ ഗ്രെയിനുകൾ ഇതിൻ്റെ ഫീമെയിൽ പാർട്ടായ നല്ല വെൽവെറ്റ് പോലെ കാണാൻ പറ്റും. ഇതിനെ സൂം ചെയ്ത് നോക്കിയാൽ വെൽവെറ്റ് പോലെ കാണാൻ പറ്റും. ഇതിൻ്റെ സ്റ്റിഗ്മയിലോട്ട് വന്ന് പോളൻ ഗ്രെയിൻ വന്ന് വീഴുന്ന പ്രോസസ്സിനെയാണല്ലോ നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്. വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ പോളിനേഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് പോളിനേഷൻ? പോളിനേഷൻ്റെ ഫേറ്റ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സ്റ്റിഗ്മയിൽ വന്ന് വീണാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ പോളൻ ഗ്രെയിൻ? പോളൻ ഗ്രെയിൻ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചിരിക്കുവാണ്. അപ്പോൾ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. ഔട്ടർ മോസ്റ്റ് എക്സൈനും ഇന്നർ മോസ്റ്റ് ഇൻറ്റൈനും അതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെജിറ്റേറ്റീവ് സെല്ലുകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ജെർമിനൽ സെല്ലുകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്യപ്പെടും. എനിവേ, സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്ന ഓരോ പോളൻ ഗ്രെയിനും അതിന് വേണ്ട കംപ്ലീറ്റ് നറിഷ്മെൻറ്റുകൾ കൊടുക്കുന്നത് സ്റ്റിഗ്മ തന്നെയാണ്. സ്റ്റിഗ്മ ഉൽപ്പാദിപ്പിക്കുന്ന നറിഷ്മെൻറ്റുകൾ ഉപയോഗിച്ചാണ് പോളൻ ഗ്രെയിൻ പോളൻ ട്യൂബ് ഉണ്ടാക്കി അത് സ്റ്റിഗ്മയിൽ നിന്ന് സ്റ്റൈലിലൂടെ പോയി ഓവറിയിലെത്തി ഓവ്യൂളിൻ്റെ അകത്തോട്ട് കടന്ന് എഗ്ഗുമായിട്ട് മീറ്റ് ചെയ്ത് സിംഗമി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ, ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് റീപ്രൊഡക്ഷൻസിൻ്റെ വലിയ സംഭവങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു പോളൻ ഗ്രെയിൻ ഇവിടെ വന്ന് വീണാൽ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റിഗ്മ എന്ന് പറയുന്ന ഈ വെൽവെറ്റ് പോലെയുള്ള ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂട്രിയൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പോളൻ എങ്ങനെ ജെർമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ആർട്ടിഫിഷ്യലി നമ്മൾ ലാബിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ പേരാണ് പോളൻ ജെർമിനേഷൻ. അതാണ് ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ആയിട്ട് നമുക്കുള്ളത്. പോളൻ ജെർമിനേഷൻസിൽ സ്വാഭാവികമായിട്ടും സ്റ്റിഗ്മ ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂട്രിറ്റീവ് കെമിക്കൽസുകളെ നമ്മൾ ആർട്ടിഫിഷ്യലി ഒരു ലാബ് കണ്ടീഷൻസിൽ ഉണ്ടാക്കണം. അതിന് കുറച്ച് 4ഓളം കെമിക്കൽസുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇവരെല്ലാം അവരുടെ ന്യൂട്രിയൻ സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ന്യൂട്രിയൻ മീഡിയം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബോറിക് ആസിഡ്. ഇതാണ് ബോറിക് ആസിഡ് ഉണ്ട്. ബോറിക് ആസിഡ് നമ്മൾ 10 ഗ്രാം ബോറിക് ആസിഡിനെയാണ് എടുക്കുക. അതുപോലെ തന്നെ സൂക്രോസ് ഉണ്ട്. സൂക്രോസിനെയും 10 ആണ് നമ്മൾ എടുക്കേണ്ടത്. ദെൻ നമ്മുടെ കയ്യിൽ മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽസ് ഉണ്ട്. ഈ സോൾട്ടിനെ നമ്മൾ ഡിസോൾവ് ചെയ്യണം. മാഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ആഡ് ചെയ്യും. അടുത്ത് നമ്മുടെ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. ഇത് രണ്ടും 50 ഗ്രാംസ് വീതമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്നൊരു കോക്ടൈൽ, പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ട്, പോളൻ ജെർമിനേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കോക്ടൈൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു മിക്സ്ചർ ഓഫ് കെമിക്കൽസിനെ നമുക്ക് വി ക്യാൻ കോൾ ഇറ്റ് പോളൻ ജെർമിനേഷൻ കോക്ടൈൽ എന്ന് വിളിക്കാം. അതിനെല്ലാം ഒരു ബീക്കറിൽ ഒരു ലൂക്ക് വാം വാട്ടറിൽ ഡിസോൾവ് ചെയ്തതിന് ശേഷം ബോറിക് ആസിഡിനെയും ഈ പറയുന്ന കെമിക്കൽസിനെയും എല്ലാം ഒരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് മറ്റൊരു ബീക്കറിൽ ആഡ് ചെയ്ത് ഈ പറയുന്ന കോമ്പിനേഷൻസ് ഓഫ് വാട്ടറിൽ അത് ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഫിൽറ്റർ പേപ്പറിനൂടെ നമ്മളൊരു ഫണൽ ഉപയോഗിച്ച് അതിനെ ഫിൽറ്റർ ചെയ്ത് എടുത്തിരിക്കുന്ന ന്യൂട്രിയൻ സൊല്യൂഷനാണ് നിങ്ങൾ ഈ കുഞ്ഞു ബീക്കറിൽ ഇവിടെ കാണുന്നത്. അതിലൊരു ഡ്രോപ്പർ വെച്ചിട്ടുണ്ട്. 2-3 തുള്ളി മതി നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ. അപ്പോൾ ഇതൊരു ന്യൂട്രിയൻ്റ് മീഡിയമാണ്. ഈ ന്യൂട്രിയൻ മീഡിയത്തിലൂടെയാണ് നമ്മുടെ പോളൻ ഗ്രെയിനുകൾ ജെർമിനേറ്റ് ചെയ്ത് തുടങ്ങുക. ഇതിലുള്ള മാക്രോ മൈക്രോ ന്യൂട്രിയൻസുകളെ നമ്മൾ കൊടുക്കുന്ന മാഗ്നീഷ്യം സൾഫേറ്റ് ഒക്കെ പോലെയുള്ള സംഭവങ്ങളെ യൂസ് ചെയ്ത് നമ്മുടെ പോളൻ ജെർമിനേറ്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്കിവിടെ അതിനായിട്ട് വേണ്ടി വരുന്നത് നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ് സ്ലൈഡ് ഉണ്ടാവണം.
ഈ ഗ്ലാസ് സ്ലൈഡും അതുപോലെ അതിൻ്റെ മേലെ നമ്മൾ വെക്കാൻ പോകുന്ന ഒരു കവർ സ്ലിപ്പുമാണ് ഉള്ളത്. ഇതിലോട്ടാണ് നമ്മൾ ഇതിൻ്റെ പോളൻ ഗ്രെയിൻസിനെ ഡസ്റ്റ് ചെയ്തിടേണ്ടത്. ഡസ്റ്റ് ചെയ്തിടാൻ നമുക്ക് ബ്രഷിനെ യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ 1 to 2 ഡ്രോപ്സ് നമ്മുടെ ന്യൂട്രിയൻ സൊല്യൂഷൻസിനെ നമ്മളിവിടെ ആഡ് ചെയ്യും. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഭാഗം. കുറച്ചും കൂടെ ക്ലോസപ്പിൽ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണാം. ഓക്കെ, നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് വളരെ ക്ലീനാക്കിയ ഒരു ഗ്ലാസ് സ്ലൈഡാണ്. അത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ദെൻ ഇത് കവർ സ്ലിപ്പാണ്. കവർ സ്ലിപ്പ് നമ്മൾ ലാസ്റ്റ് ഡസ്റ്റിംഗ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് കവർ സ്ലിപ്പ് യൂസ് ചെയ്യുക. വളരെ തിന്നായ ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ കഷ്ണമാണ് കവർ സ്ലിപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ടൂൾ എന്ന് പറയുന്നത് ഡ്രൈ ആയ ഒരു ചെറിയ നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന കളറൊക്കെ കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു പെയിൻറ്റ് ബ്രഷും ഡ്രൈ ആവണം എന്ന് പറയുന്നുണ്ട്. ഒപ്പം നമ്മുടെ കയ്യിലൊരു നീഡിലുമാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് ആരെ എടുക്കാം? നമ്മൾ ഡസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ധാരാളം ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഹിബിസ്കസ് വേരിയൻറ്റ് മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്കിതിൽ വ്യത്യസ്തങ്ങളായ ബാൾസം, നമ്മുടെ കാശിത്തുമ്പകൾ, അതുപോലെ പലതരത്തിലുള്ള ചെടികളുടെ പൂക്കളെ നമുക്കിവിടെ യൂസ് ചെയ്യാം. കാരണം ഓരോ ചെടികളുടെയും പൂക്കളുടെ പോളൻ ജെർമിനേഷൻ്റെ റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ അടിപൊളിയായിട്ട് ഇത് ചെയ്യാൻ പല വ്യത്യസ്തങ്ങളായ പ്ലാന്റുകളുടെ പോളൻ ഗ്രെയിൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? പഠന വിധേയമാക്കണം. അതിൽ പയർ ചെടികളുണ്ടാവണം, ബാൾസം ഉണ്ടാവണം, അതുപോലെ ഹിബിസ്കസ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതിൽ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൻ്റെ പോളൻ ഗ്രെയിൻസ് വളരെ റിച്ച് ആണ്. ഇതിൻ്റെ പോളൻ ഗ്രെയിൻസ് ഇവിടെയൊക്കെ ഇതിൻ്റെ പോളൻ ഗ്രെയിനുകൾ വന്ന് വീണിട്ടുണ്ട്. ഓരോ ചെടികളുടെയും പോളൻ വയബിലിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ ചെടികളെ പുലർച്ചയിൽ എടുക്കുന്നതാണ് നല്ലത്. രാവിലെയാണ് ഈ പ്രാക്ടിക്കൽസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഏകദേശം നേരം വെളുത്ത് ഒരു 8 മണി 8:30 കൂടി കളക്ട് ചെയ്യുന്ന പൂക്കളെ അതിൻ്റെ പോളൻ ഗ്രെയിൻസിനെയാണ് നമ്മൾ ഗ്ലാസ് സ്ലൈഡിലോട്ട് ഡസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് അധികം സമയം വൈകിയാൽ നിങ്ങൾക്കറിയാം ചില പോളൻ ഗ്രെയിൻസുകളുടെ അതിൻ്റെ വയബിലിറ്റി പെട്ടെന്ന് ലോസ് ആവും. അതുകൊണ്ട് അവർ പോളൻ ജെർമിനേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം. രാവിലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ പോളൻ ഗ്രെയിൻസിനെ കളക്ട് ചെയ്യുന്നത്. ആദ്യം ഇതിനെ നമ്മുടെ ഗ്ലാസ് സ്ലൈഡിലോട്ട് ഡസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ബ്രഷിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്ത് വെച്ച് നമ്മൾ ഇതിലോട്ട് എന്ത് ചെയ്യാണ്? ഡസ്റ്റ് ചെയ്യണം. ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ന്യൂട്രിയൻ സൊല്യൂഷൻസിനെ വളരെ സൂക്ഷിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഹാൻഡിൽ ചെയ്യണം. ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഒരു 1 to 2 ഡ്രോപ്സാണ് നമുക്ക് വേണ്ടത്. നമ്മൾ 2 ഡ്രോപ്പ് ന്യൂട്രിയൻ സൊല്യൂഷൻസിനെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ എയർ ബബിളൊന്നും ഇല്ലാത്ത രീതിയിൽ കവർ സ്ലിപ്പിനെ പ്ലേസ് ചെയ്യണം. എയർ ബബിൾ ഇല്ലാത്ത രീതിയിൽ കവർ സ്ലിപ്പിനെ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നീഡിൽ യൂസ് ചെയ്യാം. നീഡിൽ യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കവർ സ്ലിപ്പിനെ ഇവിടേക്ക് പ്ലേസ് ചെയ്യേണ്ടത്. അതിനായി നീഡിലിനെ നിങ്ങൾ സൈഡിൽ വെച്ച് വളരെ സാവകാശം അതിനെ പ്ലേസ് ചെയ്യുമ്പോൾ എയർ ബബിൾ ഇല്ലാതെ നിങ്ങൾക്ക് കവർ സ്ലിപ്പിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. മൈക്രോസ്കോപ്പിലൂടെ റിയൽ ടൈമായിട്ട് നിങ്ങൾക്ക് ഇതിനെ മോണിറ്റർ ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ പോളൻ ഗ്രെയിനിനെ നോക്കണം. ഞാൻ പറഞ്ഞു പോളൻ ഗ്രെയിനിൻ്റെ ജെർമിനേഷൻ റേറ്റ് പല പൂക്കളിലും പല സമയങ്ങളിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലവറിൻ്റെ ജെർമിനേഷൻ റേറ്റ് നടക്കുന്നതിൻ്റെ മുന്നേ പോളൻ ഗ്രെയിനിൻ്റെ സ്ട്രക്ചർ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ. നമ്മൾ നമ്മുടെ മേജർ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയർ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞൊരു സമയം കൊണ്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഇതിനെ ഒബ്സർവ് ചെയ്യാൻ പോവുകയാണ്. ഡിഫറെൻറ്റ് ടൈമുകളിൽ നമ്മൾ ഇതിനെ ഒബ്സർവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ റിയൽ ടൈമായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും ഒബ്സർവ് ചെയ്യുന്നു. അതിനുശേഷം 10 to 20 മിനിറ്റ്സിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും അതിൻ്റെ ഒബ്സർവേഷൻസിലോട്ട് പോകാം. നമുക്ക് നേരെ മൈക്രോസ്കോപ്പിലോട്ട് ഇതിനെ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്ലൈഡ് പെർഫെക്റ്റ്ലി റെഡിയാണ്. നമുക്ക് അടുത്തത് നമ്മുടെ മൈക്രോസ്കോപ്പിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് നേരെ സ്ലൈഡിലോട്ട് പോകാം. ഞാൻ എൻ്റെ കയ്യിലുള്ള മൈക്രോസ്കോപ്പിനെ പിടിച്ചിരിക്കുന്ന ഭാഗം ഇതിൻ്റെ ആം എന്ന് പറയുന്നതിൻ്റെ ബോഡി ആമാണ്. താഴെ ഇതിന് ബേസ് ഉണ്ട്. മുകളിൽ ഇതിൻ്റെ ഐ പീസ് ലെൻസസ് ഉണ്ട്. താഴെ കാണുന്ന 10x 45x 100x എന്ന് പറയുന്ന 3 ഒബ്ജക്റ്റീവ് ലെൻസുകളുണ്ട്. താഴെ അതിൻ്റെ മിററുണ്ട്, ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ കണ്ടൻസർ ലെൻസുകളുണ്ട്. ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പ്ലാറ്റ്ഫോം മെക്കാനിക്കൽ പ്ലാറ്റ്ഫോമാണ്. നമുക്കിതിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ വെക്കുന്ന ഒരു സ്ലൈഡിനെ മെക്കാനിക്കലി ഇതിനെ അപ്പോർഡും ലോവർ സൈഡിലോട്ടും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലോട്ടും മൂവ് ചെയ്യാനുള്ള മെക്കാനിക്കൽ പ്ലാറ്റ്ഫോമുള്ള ഒരു മൈക്രോസ്കോപ്പാണ് ഇത്. അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്ലൈഡിനെ വെക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത് 2 ചക്രങ്ങളെ കാണാം നിങ്ങൾക്ക്.
ഈ വലുതിനെ നമ്മൾ കോർ അഡ്ജസ്റ്റ്മെൻ്റ് എന്നും ചെറുതിനെ നമ്മൾ ഫൈൻ അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ് പറയാം. ഇതിലോട്ടാണ് നമ്മൾ സ്ലൈഡ് പ്ലേസ് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇതൊരു 10x ഒബ്ജക്റ്റീവ് ലെൻസിലാണ് ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ പോളൻ ജെർമിനേഷനെ ഒബ്സർവ് ചെയ്യാം. ഇപ്പോൾ മൈക്രോസ്കോപ്പിൽ കാണുന്നതാണ് പോളൻ ജെർമിനേഷൻ്റെ തൊട്ടു മുന്നേയുള്ള നമ്മുടെ പോളൻ ഗ്രെയിനുകൾ. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും ഒബ്സർവ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ്, എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പോളൻ ജെർമിനേഷൻ നമുക്ക് ഒബ്സർവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പോളൻ ഗ്രെയിൻസിനെയാണ്. അതിൻ്റെ എക്സൈൻസുകളെ മുഴുവൻ നിങ്ങൾക്ക് കാണാം. ഓരോ പോളനെയും ഡിഫറെൻറ്റ് മോർഫോളജിയാണ്. ഇവിടെ നമ്മൾ ഹിബിസ്കസിൻ്റെ പോളൻ ഗ്രെയിനെയാണ് ഇട്ടിരിക്കുന്നത്. പുറത്ത് മുള്ളുപോലെയുള്ള എക്സൈനുകളുടെ സ്ട്രക്ചറിനെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, നമ്മളൊരു 10 മിനിറ്റിന് ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മുടെ പോളൻ ഗ്രെയിൻസിനെ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ ആദ്യം കണ്ട പോളൻ ഗ്രെയിൻസ് അതിൻ്റെ എക്സൈൻസ് എല്ലാം നിങ്ങൾക്ക് വളരെ വിസിബിളായിട്ട് കാണാൻ പറ്റി, നല്ല മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റി. 10 മിനിറ്റിന് ശേഷം നമ്മൾ ഈ മൈക്രോസ്കോപ്പിലൂടെ വീണ്ടും ആ സ്ലൈഡിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ വെച്ച് നമ്മൾ അതിനെ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പോളൻ ട്യൂബുകൾ ജെർമിനേറ്റ് ചെയ്തതായിട്ട് കാണാം. ദാറ്റ് ദ പ്രോസസ് നോൺ ആസ് പോളൻ ട്യൂബ് ജെർമിനേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മൾ തിരിച്ചു വരികയാണ് നമ്മുടെ സ്ലൈഡിലോട്ട്. എന്ത് ചേഞ്ചസ് ആണ്, മോർഫോളജിക്കൽ ചേഞ്ചസ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ പോളൻ ട്യൂബ്സുകളെല്ലാം പലതിലും പോളൻ ട്യൂബ്സുകൾ ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ചിലതിലില്ല. എന്നാലും വളരെ മനോഹരമായിട്ട് പോളൻ ട്യൂബ് ജെർമിനേഷൻസിൻ്റെ സമയമൊക്കെ നമുക്ക് ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മുടെ പോളൻ ഗ്രെയിൻസുകളെല്ലാം മനോഹരമായി എന്ത് ചെയ്തിട്ടുണ്ട്, ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം പോളൻ ട്യൂബ് ജെർമിനേഷന് വേണ്ടി വരുന്ന സമയം 10 മിനിറ്റ്, ചിലതിലത് 20 മിനിറ്റ് ആവാം, ചിലതിൽ 30 മിനിറ്റ് ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയം വലിയ വാല്യുബിൾ ടൈമാണ്. അതുകൊണ്ട് അത് നിങ്ങൾ മിസ്സാക്കരുത്. ആ സമയം നിങ്ങളുടെ പേപ്പർ വർക്കുകൾ, നിങ്ങളുടെ എക്സാം പേപ്പറിൽ എഴുതാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. മറ്റുള്ള അടുത്ത എക്സ്പെരിമെൻറ്റിലോട്ട് നിങ്ങൾക്ക് ജമ്പ് ചെയ്യാം, അടുത്ത സ്പോട്ടേഴ്സിലോട്ട് നിങ്ങൾക്ക് കടക്കാം. എപ്പോഴാണോ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യുന്നത്, ആദ്യം നിങ്ങൾ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യാത്തതിനെ നിങ്ങളുടെ ഇൻവിജിലേറ്ററിനെ റിപ്പോർട്ട് ചെയ്യണം. ആഫ്റ്റർ പോളൻ ജെർമിനേഷൻ എത്ര സമയം കൊണ്ടാണോ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാമിനറെ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്തതിന് ശേഷവും ഒന്ന് റിപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് ആ വാല്യുബിൾ സമയത്തിനെ എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചില ഫ്ലവറുകളുടെ പോളൻ ഗ്രെയിനുകൾ ജെർമിനേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഫുൾ മാർക്കും ലഭിക്കും. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻറ്റ് ഫിനിഷ് ചെയ്യാം. നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ പോളൻ ട്യൂബുകളെയൊക്കെ വൃത്തിക്ക് കാണാൻ പറ്റും. അതോടുകൂടി നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ് തീർന്നു. അടുത്ത എക്സ്പെരിമെൻറ്റിലോട്ട് നമുക്ക് കടക്കാം.